ഹായ് ഫ്രണ്ട്സ്, ഞാൻ നട്ട കപ്പയുടെ ആദ്യ ഫലം ഇന്ന് എടുക്കാൻ പോവാം. നമുക്കതൊന്ന് കാണാം. ഇപ്പം നട്ടതാ. ഇനി അതിൻ്റെ ഫലം എന്തുവാണെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ കാലാവസ്ഥ പ്രതികൂലമൊക്കെ അല്ലായിരുന്നു, എപ്പോഴും മഴയും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇനി നമുക്ക് നോക്കാം. ഇത് എടുക്കാൻ എളുപ്പവഴിയാണ്. കപ്പയൊന്നും മുറിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഉണ്ടോ, ഒരു കപ്പ പോലും മുറിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇനി അത് നമുക്ക് മണ്ണെല്ലാം കളഞ്ഞിട്ട് കപ്പ കിഴങ്ങ് ഓരോന്നായിട്ട് വെട്ടിയെടുത്ത് അതിൻ്റെ മുട്ടമെല്ലാം കളഞ്ഞ് 2 ദിവസം ഇരിക്കണമെങ്കിലും കറുത്തൊന്നും പോകത്തില്ല. അപ്പോൾ ഞാൻ പിഴുതുകൊണ്ട് വന്ന കപ്പ ഇനിയിപ്പോൾ ഒന്ന് പുഴുങ്ങാൻ പോകും. 4 മണിക്ക് ഒരു കപ്പ പുഴുങ്ങി ഒന്ന് കഴിക്കാൻ വിചാരിച്ച. അപ്പം അതിനെ ഒന്ന് മുറിച്ച്, നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ പണ്ട് പറയുന്ന ചെണ്ടമുറിയൻ കപ്പ. അപ്പോൾ അങ്ങനെ മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നടുകയൊക്കെ ഒന്ന് മുറിച്ച് എളുപ്പം വേകാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ മുറിച്ചിട്ടാൽ കുറച്ചുകൂടെ എളുപ്പം വേകും. പിന്നെ അത് നമുക്ക് ഇപ്പം മണ്ണൊക്കെ ഉണ്ടാകേണ്ടത് ശരിക്കും ഒരു 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി നമുക്കിനി അത് നല്ല വൃത്തിയായി അതിനി നമുക്ക് സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിലോട്ട് വയ്ക്കുക. ഇനി അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി കാന്താരിയും ചെറുള്ളിയും ഇട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി, അതായത് ഉപ്പുനീര് അത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്ത് കാന്താരി ചമ്മന്തി, അല്ലെങ്കിൽ ഒരു ഉപ്പുനീര് തന്നെ ഉപ്പ് കൂടിച്ചിരി ഒഴിച്ച് ഒരു ലൂസാക്കി നമുക്കത് കഴിക്കാൻ നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഏറ്റവും ടേസ്റ്റാണ്. ഞാൻ വെളിച്ചെണ്ണയ്ക്ക് പകരം ഇപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. കൊളസ്ട്രോള് വരാതിരിക്കാൻ വേണ്ടി ഒലിവ് ഓയിലാണ് ഞാൻ. കപ്പ വേകാറായി. ഇനി ഒരു ഇച്ചിരി ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. കപ്പ റെഡി ആയിട്ടുണ്ട്. അതിനി ഒരു കിഴുത്ത പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കുകയാണ്. ഇനി അത് ഞാനൊരു പാത്രത്തിലോട്ട് വിളമ്പുകയാണ്. ഞാൻ തന്നെ പിഴുതു, ഞാൻ തന്നെ വെച്ചു, ഞാൻ തന്നെ കഴിക്കുക. അടിപൊളിയാ കേട്ടോ. കപ്പ അടിപൊളിയാ, കാന്താരി ചമ്മന്തി അതിലും അടിപൊളിയാ. ബസ്റ്റ്.